crafted this scene on the edge of the future, unsure of what it all means. Your life is a movie, it's your championship game. Your superpowers have left you, it's up to you to make your name. Just make the most of what you got. Nobody cares if you fail or not. Just try to be who you promised to be. You are still young, so set yourself free. Light years from home, the world that you know will become beautiful. Become beautiful. Light, become beautiful. Become beautiful tonight. Become beautiful. Make it go slowly, make it up as you go. നിറയെ
സ്നേഹവുമായി ഈശോയേ നിന്നെ സ്വീകരിക്കാം. ഉള്ളിൽ വരണേ, ഉള്ളം കാണണേ, ഉള്ളം തേടും നിൻ സ്നേഹം നൽകണേ. ഉള്ളതെല്ലാം നൽകുന്നു, നിന്നെ എൻ സ്വന്തമാക്കുവാൻ. വാ സ്നേഹമേ, വാ അകതാരി, വാ സ്നേഹമേ, വാ അകതാരി. ഉള്ളം നിറയെ സ്നേഹവുമായി ഈശോയേ നിന്നെ സ്വീകരിക്കാം. നീ എൻ ജീവനായി വാ, നീ എൻ മാനസത്തിൽ വാ, നീ എൻ സത്യമായി വാ, നീ എൻ സർവമായി വാ. എന്നെ പൂർണ്ണമായി അറിയും സ്നേഹമേ, അങ്ങേ കൈകളിൽ ഏകാം ജീവിതം. നീ സ്നേഹതാതനല്ലേ, ഞാൻ നിന്റെ പൈതലല്ലേ. നീ സ്നേഹതാതനല്ലേ, ഞാൻ നിന്റെ പൈതലല്ലേ. വാ സ്നേഹമേ, വാ അകതാരി, വാ സ്നേഹമേ, വാ അകതാരി. കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ
നീ അത്താഴമായി എന്നത്താണിയായി ദിവ്യകാരുണ്യമായൻ കൂടെ വാഴുന്നു. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. നീ അത്താഴമായി എന്നത്താണിയായി ദിവ്യകാരുണ്യമായൻ കൂടെ വാഴുന്നു. ഈശോയെ എൻ കയ്യിൽ ജീവൻ നീ തന്നു. പോസ്റ്റിന്റെ ആദ്യ കുർബാന സ്വീകരണത്തിന് പങ്കുചേർപ്പെടാനുള്ളവരായിരിക്കുകയാണ്. പോസ്റ്റിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ മേഖലയെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ്. കുറേ നാളുകളായി ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും ഇവരുടെ സന്തോഷത്തിൽ നമുക്ക് പങ്കുചേരാം. ആദ്യ കുർബാന സ്വീകരണം ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും അനുഭവപൂർവമായ അനുഗ്രഹപ്രദമായ ഒരു സമയമാണ്. ഈ മഴ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഏറ്റവും ഭക്തിയുടെ ഈ ദിനങ്ങൾ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. ആദ്യം തിരി തെളിയിച്ചുകൊണ്ട് ലോകത്തിന് പ്രകാശമായി വീക്ഷിക്കുന്ന നമ്മിലും ഇന്ന് പ്രത്യേകമായി ഹോസ്പിറ്റലിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം മുസ്ലിം മാമോദീസയുടെ സമയത്ത് തർക്കപ്പെടുകയും നടത്തിയ വ്രതവാഗ്ദാനം അത് ഇപ്പോൾ അതിലൂടെ സമ്മതത്തോടുകൂടി നവീകരിക്കും. അതിനെ തുടർന്ന് മാതാപിതാക്കളുടെ കുഞ്ഞിനെ തമ്പുരാന്റെ സമർപ്പിക്കുന്നു. അതിലുള്ള വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് ഏറ്റവും ഭക്തിയുടെ ഈ സമയം പങ്കുചേരാം. മനസ്സിലാക്കണേ, നീ മാമോദീസ വഴിയാണ് തിരുസഭയിലേക്ക് പ്രവേശിച്ചത്. സ്വർഗത്തിന് അവകാശിയായി അന്ന് നിന്റെ തലതൊട്ടപ്പനും തലതൊട്ടപ്പയും നിനക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറയും. ഇപ്പോൾ ഈശോയെ കൈക്കൊള്ളുന്നതിന് മുമ്പ് ഈ വിശ്വാസ സത്യങ്ങൾ നീ തന്നെ ഏറ്റുപറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നു. നമുക്ക് വേണ്ടി പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പീഡകൾ സ്നേഹിച്ച് കുരിശിൽ മരിച്ച് അവിടെ ദൈവത്തിൽ ഈശോമിശിഹായി നീ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും കത്തോലിക്ക തിരുസഭയിലും പുണ്യാത്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ആയുസ്സും നീ വിശ്വസിക്കുന്നു. മാമോദീസയിൽ ഇവരുടെ തലതൊട്ടപ്പനും തലതൊട്ടപ്പയും ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്യും. ആ വാഗ്ദാനങ്ങൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നവീകരിക്കുവാൻ നീ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ശത്രുവും നമ്മെ വഞ്ചിക്കുന്നവരുമായ പിശാചിനെ നീ ഉപേക്ഷിക്കുന്നു. അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ആഘോഷങ്ങളെയും നീ ഉപേക്ഷിക്കുന്നു. പ്രിയമകനെ, ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ചതിനെ അനുഗ്രഹിക്കുക. മാമോദീസയിൽ ചെയ്തത് ഇന്ന് ആവർത്തിച്ചതുമായ ഈ വാഗ്ദാനങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ശരീരത്തെ മനോഹര വസ്ത്രം കൊണ്ടതുപോലെ നിങ്ങളുടെ ആത്മാവിനെ വരപ്രസാദം കൊണ്ട് ദൈവം ഇത് അനുഗ്രഹിച്ചിരിക്കുന്നു. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മാലാഖമാരോടൊപ്പം നിങ്ങൾ ഭക്ഷിക്കുകയും ഈശോ എന്നും നിങ്ങൾ ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കുകയും ചെയ്യുകയും. തുടർന്ന് മാതാപിതാക്കൾ കുഞ്ഞിനെ ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ്. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന മാതാപിതാക്കൾ രണ്ടുപേരും കുഞ്ഞിനെ സമർപ്പിച്ചുകൊണ്ട് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോനാഥ, അങ്ങേ സ്നേഹിക്കാനും ശുശ്രൂഷിക്കുവാനും ഈ കുഞ്ഞിനെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവന്റെ ജീവിതാരംഭത്തിൽ തന്നെ അങ്ങേ പക്കൽ ഇവനെ നിങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങേക്ക് മാത്രം നൽകുവാൻ കഴിയുന്ന ദൈവിക ജീവൻ ഇവർക്ക് നൽകണമേ. സ്വന്തം പ്രവൃത്തികൾക്ക് ഉത്തരവാദിത്വം വഹിക്കുവാനുള്ള ചോദനാബോധം ഇവനിൽ ആരംഭിക്കുന്ന ഈ പ്രായത്തിൽ അവിടുന്ന് തന്നെ ഇവന് ഭക്ഷണവും ശക്തിയും ജീവന മാതൃകയും ആയി തീരുവാൻ ഇവനെ അങ്ങേ സന്നിധിയിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിശുദ്ധ കുരിശിൽ അവിടുന്ന് സമർപ്പിച്ചത് വിശുദ്ധ
എല്ലാ ദിവസവും അവിടുന്ന് ആവർത്തിക്കുന്നതുമായ പരമബലിയിൽ അവിടുന്ന് കാണിച്ച് സ്നേഹം തുറന്ന് ഇവരുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങിൽ നിന്നും തെറ്റിപ്പോകുവാൻ ഇവരെ ഒരിക്കലും അനുവദിക്കരുത്. ഇവൻ അങ്ങേ മാത്രം അന്വേഷിക്കട്ടെ. ഉചിതമായ ജീവിതാന്തസ്സിൽ പ്രവേശിക്കുവാൻ പ്രായപൂർത്തിയാകുമ്പോൾ അങ്ങേ പക്കൽ തന്നെ ഇവർ വന്നെത്തട്ടെ. അങ്ങ് ഇവനെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും ഈ ബലിവേദിയിൽ സമർപ്പിക്കാം. ഏറ്റവും പ്രത്യേകമായ യോസ്തിനെ ഈ ബലിയിൽ കാഴ്ചയായി സമർപ്പിക്കാം. ഓരോ ബലിയും ദൈവത്തിന് വലിയ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാണ്. നമ്മുടെ നിയോഗങ്ങൾ കാഴ്ചകളായി സമർപ്പിക്കാനുള്ള വേദിയിൽ ഈ ബലിപീഠം നമ്മുടെ അത്താനെ, നമ്മുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളും ആകുലതകളും നമ്മുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളും ഈ ബലിപീഠത്തിൽ നമ്മൾ സമർപ്പിക്കും. ഇനി ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ആദ്യമായി ഈശോയെ സ്വീകരിക്കുന്ന പോസ്റ്റിനെ ഈ ബലിപീഠത്തിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോ കടന്നു വന്ന ഓരോ നിമിഷങ്ങളെയും അടിസ്ഥാനത്തിൽ സമർപ്പിക്കും. എത്രത്തോളം ആത്മീയമായ ഉള്ളിനെയാണ് ഈശോയെ ഞാൻ സ്വീകരിക്കുന്നത്. കർത്താവ് ഈ ദിവബലിയിൽ ഏറ്റവും ഭക്തിയോടെ ആയിരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇന്ന് ഞങ്ങളോടൊപ്പമുള്ളവരെയും ഇവിടെ വരാൻ സാധിക്കാതെ പോയവരെയും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവരെയും ഈ വരിയിൽ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങൾ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. പരിശുദ്ധമേ, ഞങ്ങളുടെ ബലിയെ സമർപ്പിക്കും, ദേവാലയ നിർമ്മാണത്തെ സമർപ്പിക്കും. എല്ലാം അമ്മയുടെ വലിയ മധ്യസ്ഥ ശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ അമ്മയുടെ സ്വസ്തി. കർത്താവിലൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെടുവാകുന്നു. അങ്ങനെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ you
ശാന്തി പ്രത്യാശയും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപത്തിൽ വീഴാനാകാതെ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനൊപ്പം നീയാകുന്നു. നിന്റെ ശരീരത്തിൽ നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്നതിനെ ഓർത്ത് നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നിന്റെ ശരീരത്തിൽ ആദ്യമായി സ്വീകരിക്കുന്നതിരിക്കുന്നു. നിന്റെയും അതിനെ അനുഗ്രഹിക്കണമേ. നിത്യജീവൻ പ്രദാനം ചെയ്യുന്ന ഈ ദിവസങ്ങൾ യോഗ്യതാപൂർവ്വം പരികരണം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥൻ എന്നേക്കും. ആമേൻ. കർത്താവേ, മമ രാജാവേ, പാടും പുകഴും ഞാൻ സർവേശ്വരാ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ, സ്തുതി പാടും. അനുദിനം അങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമനിറഞ്ഞവനും പാടും സ്തുതിയുമെന്നും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ എന്നേക്കും. നിൻ സ്തുതികൾ പാടുന്നു. സമാധാനം നമ്മളുടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായ ശരീരം ഉയർപ്പിക്കുന്നു. ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവിതത്തെ പരിപാലിക്കുന്നവനുമാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. സ്വർഗ്ഗമുയർത്തി പാടിടുവിൻ. സർവ്വലോകനാഥ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവ്വേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ.
ബഹുമാനമർദ്ദനമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനെപ്പോഴും ഞങ്ങളുടെ കരുണ കാണിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവിന് എനിക്ക് ലഭിച്ചതും ഞാൻ നിങ്ങളെ പാരമ്പര്യമായ കാര്യം ഇതാണ്. കർത്താവായ യേശു താഴ്ത്തിക്കൊള്ളപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് ഹൃദയത്തിലർപ്പിച്ചതിനു ശേഷം അത് മുറിച്ചുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരമാണ്, എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രമെടുത്ത് അരുളി ചെയ്തു, ഇത് എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്, അതിനാൽ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവരുടെ പ്രത്യാഗങ്ങളെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. തന്മൂലം ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിന്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റ് ചെയ്യുന്നു. അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ ശരീരത്തെ വിവേചിച്ചറിയാതെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവൻ തന്നെ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുന്നതും പാനം ചെയ്യുന്നതും. നമുക്ക് സദാപൂർവ്വം നിന്ന് പരസ്പര സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 6:47 മുതലുള്ള തിരുവചനങ്ങൾ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാരും മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവർ എന്നേക്കും ജീവിക്കും. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരമാണ്. ഇതിനെപ്പറ്റി യൂതർക്കിടയിൽ തർക്കമുണ്ടായി. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവന് എങ്ങനെ കഴിയുമെന്ന് അവർ ചോദിച്ചു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടായിരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തപാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവസാന ദിവസം ഞാൻ അവരെ ഉയർത്തും. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ്. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവർ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു. ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കുന്നു. ഇത് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം. ഇത് ഭക്ഷിക്കുന്നവർ എന്നേക്കും ജീവിക്കും. ഇന്ന് പോസ്റ്റിന്റെ ആദ്യ പ്രഭാത സ്വീകരണ സമയത്ത് നമ്മൾ പ്രയത്നമായിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും പോസ്റ്റിനെ സംബന്ധിച്ചൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവിസ്മരണീയമായ ദിവസമാണ്. എനിക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിന് പോസ്റ്റിനോടൊപ്പം തന്നെ നമുക്കും സന്തോഷിക്കാം. കാരണം പോസ്റ്റിനാദ്യമായി ഈശോയെ സ്വീകരിക്കുന്നു. ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട്
ഈ ബലി നമ്മൾ അർപ്പിക്കുമ്പോൾ ഈശോയെ നമ്മൾ സ്വീകരിക്കും. ഓരോ തവണയും ഈശോയെ സ്വീകരിക്കുമ്പോൾ ഒരു വലിയ സന്തോഷം നമ്മൾക്ക് അനുഭവപ്പെടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദിവ്യകാല സ്വീകരണത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഈശോ നടത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഏറ്റവും അടുത്ത് ഇപ്പോൾ വളരെ പ്രസിദ്ധമായി കൊണ്ടിരിക്കുന്ന ഒരു ദിവ്യകാരുണ്യ അത്ഭുതമാണ് ഇടങ്ങളിലുള്ള ദിവ്യകാരുണ്യ അത്ഭുതം. ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കാഞ്ഞങ്ങാട് എൻ്റെ ഒരു അച്ചാച്ചൻ്റെ വീട്ടിലാണ്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഈ വിലങ്ങന്നൂരിൽ കൂടി കയറിയിട്ടാണ് പോയത്. അപ്പോൾ വിലങ്ങന്നൂരിൽ ഒന്ന് കയറി പ്രാർത്ഥിച്ചു. അപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഞാനിതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് അവിടെ സാധാരണ ഒരു കൊച്ചുപള്ളി, ആ കൊച്ചുപള്ളിയുടെ വലതുവശത്തായിട്ട് ആൾക്കാരുടെ വലതുവശത്തായിട്ട് അരുളിക്കായി ഈശോയെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈശോയുടെ രൂപം ആ വലിയ ഗോതമ്പത്തിൽ കൃത്യമായിട്ട് കാണാം. വളരെ നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി, എന്താ പറയുന്നത്, HD ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു ഫോട്ടോയാണ് അതിൽ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോൾ മാനുഷികമായിട്ട് ഒരു സംശയം ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യം, അതായത് ഇപ്പോൾ നമ്മളൊക്കെ പള്ളിയിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്ന സമയത്ത്, വിശുദ്ധ കുർബാന ചെയ്യുന്ന സമയത്ത് അൽത്താരയിൽ അരുളിക്കായി എടുത്തു വെക്കുന്ന ഓസ്തിയായാലും, നമ്മൾ സംക്രാന്തിയിൽ എടുത്തു വെക്കുന്ന ഓസ്തിയാണെങ്കിൽ നമ്മളത് ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടേയിരിക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൂപ്പിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്കൊരു സംശയം, 2012 ഈ അത്ഭുതം നടക്കുന്നത്. അത് കഴിഞ്ഞ് 2023 23-24 കാലഘട്ടത്തിലാണ് അത് വത്തിക്കാൻ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്. ഞാൻ പോകുന്നത് 2025. അപ്പോൾ ഒരു സംശയം, അതേ ഹോസ്റ്റൽ തന്നെയാണോ അവിടെ ഇരിക്കുന്നത് എന്നുള്ളൊരു സംശയം. അപ്പോൾ അച്ഛനോട് ചോദിച്ചേക്കാം എന്താണ് അതിൻ്റെ ഒരു പ്രോസസ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ പുത്തഞ്ചേരിയിലുള്ള കൺവെൻഷൻസ് ആയിട്ടുള്ള ഒരു അച്ഛനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ കൊച്ചച്ഛനാണ്, മേലച്ഛനാണ് ഇരിക്കുന്നത്. അപ്പൊ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് പേര്, ഞങ്ങൾ ചെല്ലുന്ന സമയം ഏകദേശം ഒരു 8-9 മണി രാത്രിയായിട്ടാണ്. അപ്പോഴും ആളുകൾ വരുന്നു, ഒരുപാട് ഫോറിനേഴ്സും വരുന്നുണ്ട്. ഞാനവിടെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പണ്ട് ഫിലോസഫി പഠിച്ച അച്ഛൻ ഓസ്ട്രിയയിലാണ്. ഓസ്ട്രിയയിൽ നിന്ന് അവിടെ നിന്ന് അച്ഛനും കുറച്ച് അച്ഛന്മാരൊക്കെ ആയിട്ട് അവിടെ വന്നിരിക്കുകയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞപ്പോഴേക്കും കൊച്ചച്ഛനെ കണ്ട് കൊച്ചച്ഛനോട് ചോദിച്ചപ്പോൾ കൊച്ചച്ഛൻ പറഞ്ഞു, അച്ഛാ അത് ആ 2012 അത്ഭുതം നടന്ന അതേ ദിവ്യകാരുണ്യം തന്നെയാണ്. അത് പറഞ്ഞു. ഈ 2022 അവസാന കാലഘട്ടത്തിലാണ് ബാംഗ്ലൂരിലേക്ക് അത് ടെസ്റ്റിന് വേണ്ടി അയച്ചത്. ടെസ്റ്റിന് വേണ്ടി അയച്ചു. അതിൻ്റെ റിപ്പോർട്ട് വത്തിക്കാനൊക്കെ അയച്ചു. അതിൻ്റെ സയന്റിഫിക് പഠനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് 2024 ഇത് ഔദ്യോഗികമായിട്ട് റോം അംഗീകരിക്കുന്നത്. എന്നിട്ട് അച്ഛനൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് എന്താണെന്നറിയാമോ, പണ്ടുള്ളതിൽ നിന്ന് കുറച്ചുകൂടി ക്വാളിറ്റിയോട് കൂടി നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഇവിടെ പലരും അവിടെ പോയിട്ടുണ്ടാകും. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ അച്ചാച്ചൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. അത് ദിവ്യകാരുണ്യത്തെ കുറിച്ചുള്ള ഒരു അവബോധവും ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ദിവ്യകാരുണ്യ അത്ഭുതം നടക്കുന്നത്. ഇപ്പോൾ വെല്ലൂരും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പാലക്കാട്, കഞ്ചിക്കോട് നടന്ന അത്ഭുതങ്ങളൊക്കെ നമുക്ക് സുപരിചിതമാണ്. ഇതൊക്കെ അത്ഭുതങ്ങളാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അച്ചാച്ചൻ്റെ വീട്ടിൽ ചെന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറച്ച് ലേറ്റായി. അപ്പൊ അവിടെ അച്ചാച്ചൻ്റെ അളിയുടെ അച്ഛനാണ്, ഹോളി സ്പിരിറ്റ് ഫാദേഴ്സാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു അനുഭവം പങ്കുവച്ചു. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ വിളഞ്ഞൊരു പോയി പ്രാർത്ഥിക്കാനൊക്കെ പറ്റി. അപ്പൊ അച്ഛൻ എന്നോട് ചോദിച്ചു, ഞങ്ങൾ ഇടപാടാ പോകുന്നുണ്ട്, ഞങ്ങളുടെ ചേട്ടനായിട്ട് വരും, നീ എല്ലാ ദിവസവും പറഞ്ഞു. അപ്പോഴാണ് അതിന്റെ കൊതിഷ്ട് വിളിക്കുന്നത്. അല്ല, ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ അതൊക്കെ ഓക്കെയാണ്, പക്ഷേ അവിടെ ഒരു പ്രത്യേക അത്ഭുതം അവിടെ നടന്നപ്പോ അവിടേക്ക് പോയി അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടി ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ. അപ്പൊ
ഇപ്പോൾ അതിൽ പറയണേ എടുത്തുയർത്തി പറയുന്നതാണ്, ഇതാ ലോകത്തിന്റെ അപ്പം, ജീവന് വേണ്ടി നൽകുന്ന അപ്പം, സ്വർഗത്തിൽ നിറങ്ങിയ അപ്പം, ഇത് ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും, ഒരിക്കലും മരിക്കുകയില്ല. ഇന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ കേട്ടത് ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസത്തിന്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും ഓസ്റ്റിനും കുടുംബത്തിനും പ്രത്യേകം നൽകുകയാണ്. ഓസ്റ്റിനെ സംബന്ധിച്ച് ഓസ്റ്റിന്റെ അപ്പനെയും എനിക്കറിയാം, അമ്മയെയും എനിക്കറിയാം എന്ന് പറഞ്ഞവരെ നിങ്ങളോട് നിന്റെ അപ്പനെയും നിന്റെ അമ്മയെയും അറിയാത്തവരെ അമ്മ എന്റെ പഴയ അളക്കാരിയാണ്, ഇന്ത്യ കൂട്ടുകാരിയാണ്, താരത്തൻ വീട്ടുകാരൊക്കെ കുറെ പേരൊക്കെ ഇപ്പോഴുണ്ട്. കുറെ നാളിന് ശേഷം അവരെ കാണുന്നത്, പ്രത്യേകിച്ച് മേഖലകളോട് 2 വർഷം ഒക്കെ എന്തായാലും നല്ല നാളുകൾ ഞങ്ങൾക്ക് ആശംസിക്കുന്നു. മഴക്കാലം എൻജോയ് ചെയ്യുക. എന്തായാലും എല്ലാം ഭംഗിയാകട്ടെ. അപ്പോൾ ഇന്നേ ദിവസത്തിന് എല്ലാ മക്കളും ആശംസകളും ഓസ്റ്റിനും നിങ്ങൾക്കും അതുപോലെ ഷൈജിത്തിനും കുടുംബത്തിനൊക്കെ പ്രത്യേകം നൽകുകയാണ് വെച്ച് കൂടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഭംഗികളും ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ആശംസ പ്രാർത്ഥന കേൾക്കൊള്ളുക. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. ജീവനമായ പുനരുദ്ധാനത്തിൽ ആനന്ദിക്കുന്ന ഞങ്ങൾ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും വാസത്തിൽ നിന്ന് സത്യത്തിലേക്കും മനത്തിൽ നിന്ന് മരണമില്ലായ്മയിലേക്കും ആനയിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ മിശിഹായേ, നിന്റെ തിരുശരീരം തങ്ങൾ ആദ്യമായി സ്വീകരിക്കുന്നവർ നിന്നെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും രീതിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാന സ്ഥാപിച്ച മിശിഹായേ, കുർബാനയിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നും നിന്റെ ശരീരം തങ്ങൾ യോഗ്യതാപൂർവ്വം സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹൃദയശുദ്ധിയിലുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണുമെന്നവർ ചെയ്ത മിശിഹായേ, ഹൃദയ പരിശുദ്ധി പാലിച്ചുകൊണ്ട് നിന്നെ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധനും സമർപ്പിക്കാം. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ നീ അത്താഴമായി എന്നത്താണിയായി ദിവ്യകാരുണ്യമായൻ കൂടെ വാഴുന്നു. ഈ കുർബാനയപ്പത്തിൽ ഈശോയെ കാണാൻ ആ കൊതിയോടെ ഈശോയെ നിന്റേതായിടാൻ. ജീവനായും ദൈവികവുമായ കടങ്ങൾ മോചനത്തിനായി നൽകി ഈ ദാനത്തിന്റെ മഹനീയത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ നിങ്ങൾ കടപ്പെട്ടവരാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരനായ മനുഷ്യരുടെ പ്രതീക്ഷയായ സ്തുതിയും പരിശുദ്ധവും ജീവനായും ദൈവികവുമായ കുർബാനകൾ നിങ്ങളുടെ കടങ്ങൾ പാപങ്ങൾ പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതത്തിലുള്ള ആരാധമായ വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥായ പിതാവായ ദൈവം നമ്മുടെ കർത്താവ് വഴി എല്ലാ ആത്മീയ ദാനങ്ങൾ കൊണ്ട് നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ്
അവന്റെ ജീവനായകമായ ശരീര രക്തങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുകയും നിത്യജീവിതത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്യും. മിശിഹായുടെ ജീവനായകമായ തിരിച്ചു രക്തങ്ങൾ ആദ്യമായി സ്വീകരിച്ച നിന്നെ അവിടുന്ന് തന്റെ സ്നേഹത്തിൽ നിലനിർത്തുകയും ലോകവ്യാമോഹങ്ങളിൽ പെടാതെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശിവസഹജമായ നൈർമല്യത്തിലും ദൈവാസതയും ബോധത്തിലും വളർന്നവരാൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയെ പോലെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിന്റെയും മനുഷ്യന്റെയും ഒക്കെ പ്രീതിയിൽ വളർന്നു വരുവാൻ അവിടുന്ന് നിന്നെ സഹായിക്കട്ടെ. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി പ്രാപിച്ചുകൊണ്ട് ജീവിതയാത്ര തുടരുവാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ഭവനം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ആസൂത്രണമാക്കി. ഇന്നത്തെ തിരക്കുകളെ സംബന്ധിച്ച് എന്നെയും എന്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും എതിർത്തരങ്ങളെയും മറ്റുള്ളവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ സഹായവും നമ്മളെല്ലാവരുടെ കൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ തുടർന്ന് ഉത്തരയും ധരിപ്പിച്ചുകൊണ്ട് കർമ്മമാതാവിന്റെ പ്രത്യേക സംരക്ഷണത്തിന് മകനെ സമർപ്പിക്കുകയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഓസ്റ്റിൻ പറയുക. മകനെ നീ അത് ആഗ്രഹിക്കുന്നു. ഉത്തരം ഉത്തരീയ സഭയിൽ അംഗമാകുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. കർമ്മനാഥയുടെ പ്രത്യേക സംരക്ഷണത്തിന് അടയാളമായ ഉത്തരയിൽ ഭക്തിപൂർവ്വം ധരിക്കുവാനും ജീവിത വിശുദ്ധിയിൽ നിലനിൽക്കുവാനും ദൈവമാതാവ് നിന്നെ സഹായിക്കട്ടെ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഉത്തരീയ സഭയുടെ അംഗമായി നിന്നെ ഞാൻ സ്വീകരിക്കുന്നു. സർവശക്തനായ ദൈവത്തിന് അനുഗ്രഹവും കർമ്മനാഥയുടെ സംരക്ഷണവും നിന്നെ നേർവഴിക്ക് നയിക്കട്ടെ. ഈ ഉത്തരയും നിങ്ങൾ ധരിക്കുകയും വിശുദ്ധരായി ജീവിക്കുകയും ചെയ്യും. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും പരിശുദ്ധമ്മയുടെ ഹൃദയ മധ്യസ്ഥവും കർമ്മനാഥയുടെ സംരക്ഷണം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രക്ഷാകരൂപത്തിൽ പരിശുദ്ധനെ അറിയിക്കുന്നതിനെ ഈ കൊന്ത ആശീർവദിക്കണമേ. മിശിഹായുടെ ജീവിതത്തെയും മരണത്തെയും മരണയും താഴ്ത്തിയും ചിന്തിച്ചു വളരുന്ന അമേരിക്കർക്ക് നിങ്ങളെ സഹായിക്കട്ടെ. സന്തോഷത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന ഞങ്ങളെ പഠിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്നിൽ അലിഞ്ഞു നീ ഞാനായി തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാൻ എത്ര നാളായി കൊതിച്ചിടുന്നു നാഥാ, എന്നെ നീയാക്കി മാറ്റിയിടണമേ.
തിരുഹൃദയത്തിൻ സ്നേഹമായി തീരാൻ When you walked into the room, I couldn't keep my eyes off of you. Was it make-believe or was it a dream? I've been waiting all my life. Feels like I've struck a gold mine. With your hand in mine, our love came alive. We've still got the rest of our lives. The rest of our lives. The rest of our lives. Oh, the rest of our lives. Dance with me beneath the stars, moonlight crashing on our wild hearts. With your head in mine, everything is fine. We've still got the rest of our lives. The rest of our lives. A warm welcome to Manipur gathered here for the first Holy Communion celebration of Austin Anthony and Saints. നമുക്കെല്ലാവർക്കും ഓസ്റ്റിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. I found a love for me. Well, darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up. A warm welcome to Manipur gathered here for the first Holy Communion of Austin Anthony and Saints. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. വിശുദ്ധ യോഹന്നാൻ 1:12 ഈശോയെ സ്വീകരിച്ച് ദൈവമകനായി തീർന്നിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ കാലത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. It's time, darling, just kiss me slow. Your heart is all I own. എങ്ങനെയുണ്ടായിരുന്നു ഓസ്റ്റിൻ ഇന്നത്തെ ഒരു അനുഭവം ഒന്ന് ഷെയർ ചെയ്യാമോ? എന്നാലും വേണ്ടുവാക്കും. നമുക്കറിയാം ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഒത്തിരി പ്രയത്നങ്ങൾ അനുഭവിച്ച രണ്ടുപേരോടെയുണ്ട്. ഓസ്റ്റിന്റെ മാതാപിതാക്കളായിട്ടുള്ള അതിച്ചേട്ടിയും മേഘ ചേച്ചിയെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Baby, I'm dancing in the dark with you between my arms, barefoot on the grass, listening to our favorite song. ഓസ്റ്റിന്റെ മാമന്റെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. When you said you looked a mess, I whispered underneath my breath. അടുത്തതായിട്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ഇവിടെ സന്നിഹിതരാകാൻ പറ്റാത്ത നമ്മുടെ മേഘ ചേച്ചിയുടെ ചാച്ചനെയും മമ്മിയെയും ഞങ്ങൾ ഇവിടെ വേദിയിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. അവർ മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അടുത്തതായിട്ട് ശൈത്യത്തിനെ മിഥുവിന്റെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഞങ്ങളുടെ ഓസ്റ്റിന്റെ ആന്റി ആയിട്ടുള്ള സൗമ്യനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പിന്നെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് Well, I found a woman strong
ആരും ഇവിടെ ഇല്ല. പക്ഷെ അവരെയും ഞങ്ങൾ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അവരെ മനസ്സുകൊണ്ട് ഈ സ്റ്റേജിലോട്ട് കയറുന്നു. അപ്പോൾ നമുക്കൊരു ചെറിയ കേക്ക് കട്ട് ചെയ്തുകൊണ്ട് ഈ പരിപാടി ആരംഭിക്കാം. കതിരൊളിയോ മൽച്ചേലൂടെ മിഴീണ ചിമ്മിത്തൊഴുതുണരാൻ ഇന്നെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ഇതുവഴി പോരുവതാരോ തിരിതിരിയുടെ കതിരൊളിയോ മറിച്ചിലൂടെ മിഴിയിട ചിമ്മിത്തൊഴുതുണരാനെന്താണെന്താവോ ചിരി ചിരി ചെറു ചിരി ചിരിയുടെ കുളിരൊളി നീ മുറ്റത്തെ മൺചിരാതിന്റെ ചുണ്ടിലേറുന്നതാരെ കണ്ടാവോ ഈ തെരുവിനോരങ്ങളിൽ നീ എഴുതിടും കോലമോ ഈ തെരുവിനോരത്തു നീളെ നീ എഴുതിടും കോലമോ പറയൂ ഇളവെണ്ണിലവേ നീ കളഭമാടുന്ന നേരം ആ പരിമളം മന്ദമെൻ ഹൃദയം തഴുകിയഴകേ സമയമേ നീ ഒഴുകി നീങ്ങാതിവിടെ മതിവരെ നിന്നു തരൂ നിറയുക സിരകളിൽ അനുപമലഹരികളെ പകലിലേറെ അഴകുമായി വരുമൊരതിശയരാവു തരും സുഖമിതു മറയരുതെനിയൊരു പിറവി വരെ കാതിനോരമായി
എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. കിനാവായി തോന്നിയോ നിലാവിൻ കൂട്ടിലെ ദിനങ്ങൾ, പാതിരാവുകൾ മായുമ്പോഴും തനിച്ചേ വാടുമീ മനസ്സിൻ ചില്ലയിൽ തുടുക്കും ചായമേകിയോ എന്നാദ്യമാ. പൂങ്കാറ്റിൻ്റെ ഈ താരാട്ടിലലിയാൻ വന്നിടാ, ഈറൻവെയിൽ പൂക്കുന്ന വഴിയിൽ നിന്നിടാ. അരുതേ കനവേ ഇനി മായരുതേ. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. എന്നോമൽ നിധിയല്ലേ, കൺപീലി നനയല്ലേ, എന്നാളും അരികെ ഞാൻ കാവലായി. ഉരുകും വേനലകലാനൊന്നു ചൊരിയൂ തൂമഴ, മെഴുകിൻ നേർത്ത തിരിയായുള്ളു തെളിയും നാളിതാ. മനസ്സുക്കുള്ള എന്തൻ മനസ്സുക്കുള്ള, മനസ്സുക്കുള്ള എന്തൻ മനസ്സുക്കുള്ള, ഉയിരോട് ഉയിരാക നീരുந்தாய். ദൂരങ്ങൾ ദൂരെ ദൂരെ, നാം എന്നും ചാരേ ചാരേ. ദൂരങ്ങൾ ദൂരെ ദൂരെ, നാം എന്നും ചാരേ ചാരേ. മനസ്സിനുള്ളിൽ എൻ്റെ മനസ്സിനുള്ളിൽ മണിമഴവില്ലായെന്നോ വന്നവളെ, എന്നെ